ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ഹിന്ദു ആയിരുന്നു എന്ന്. പെട്ടെന്നൊരു ദിവസം ഒരു ഹിന്ദു മക്കള് കടന്നു വന്ന് യേശുവിനെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ ഭയപ്പെടും. കാരണം അത്രയും കാലം അവർ ആരാധിച്ചു പോന്നൊരു ദൈവത്തെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് യേശുവിലേക്ക് കടന്നു വരാൻ ഭയം വരും. അപ്പോൾ അത്രമാത്രം അവര് കർത്താവിനോട് നിന്ന് ചോദ്യം ചോദിച്ച് തികഞ്ഞ തെളിവ് കിട്ടാതെ ഒരാളും കടന്നു വരില്ല. ആ കടന്നു വന്ന മക്കള് തെളിവ് കിട്ടിയില്ല, കർത്താവ് അവരെ തെരഞ്ഞെടുത്തില്ല, സ്വന്തമാക്കിയില്ല, പിതാവ് അവരെ ആകർഷിച്ചില്ല എങ്കിൽ അവരിത് വിട്ട് മറ്റേതിലേക്ക് തന്നെ പോവും. പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും സാധിക്കുകയുമില്ല. ഹല്ലേലൂയ. ഇതൊരു വിളിയാണ് മക്കളെ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 16 3 തിരുവാക്യം പറയാണ്, ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസാരരാണ്, അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്, അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. നമ്മളോടൊക്കെ ചെവിയിൽ വന്ന് ഈ വചനം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിൻവാങ്ങിയിട്ടുള്ളത്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ധ്യാനം കൂടി കഴിയുമ്പോൾ നമുക്ക് ആകെ ടെൻഷനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലായി. അത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഒന്നിൻ്റെയും അല്ല, ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള രക്ഷകൻ വെളിച്ചമാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ പിന്നെ നമുക്ക് തെളിവ് വേണം. അതിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് തെളിവ് വേണം. പ്രൈസ് ദി ലോർഡ്. 40 ദിവസം ഞാൻ ഉപവസിച്ചു, രാവും പകലും പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി മണല് വിരിച്ച് മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ചു. ഈ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറഞ്ഞു. അല്ലാതെ എങ്ങനെ നിന്നെ വിളിക്കും? അപ്പോൾ കർത്താവിൽ നിന്ന് പ്രത്യേക വചനങ്ങൾ നമ്മുടെ ചെവിയിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ്, സ്വപ്നമാണ് കേട്ടോ മക്കളെ. നമ്മൾ രാത്രി അപ്പം തന്നെ എഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കും ഏതാണ് ആ വചനഭാഗം എന്ന്. എൻ്റെ ആദ്യത്തെ ഒരു ബൈബിള് കീറിപ്പോയി, എൻ്റെ കണ്ണീര് വീണ്. രണ്ടാമത് വാങ്ങിയ ബൈബിൾ ഇപ്പം 4ാമത്തെ ബൈബിളാണ്. ഓരോ പേജും നമ്മുടെ കൈ നീങ്ങി ഇത് തന്നെ നമുക്ക് ശരണം പ്രാപിച്ച് നമ്മൾ അവിടെ ശരണം പ്രാപിച്ച് നിൽക്കുകയായിരുന്നു. വാഗ്ദാനങ്ങൾ മുഴുവൻ നമ്മൾ പാലിച്ചെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഏശയ്യായുടെ പുസ്തകം 43 7 തിരുവാക്യം, എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. അപ്പൊ ഇതൊരു വിളിയാണ്. എൻ്റെ കരം നീട്ടി നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ പ്രഹരിച്ചിരുന്നുവെങ്കിൽ ഈ നിമിഷം ഈ ഭൂമിയിൽ നിന്ന് നീ തുടച്ചു നീക്കപ്പെടുമായിരുന്നു. എന്നാൽ എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഞങ്ങളൊക്കെ എനിക്ക് കടന്നു വന്ന എല്ലാ മക്കളുടെ സ്ഥിതി അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കണോ? ആത്മഹത്യയുടെ അറ്റം വരെ എത്തി നമ്മൾ. ഇനി ആത്മഹത്യ ചെയ്യേ വേണ്ടുള്ളൂ. കാരണം എല്ലാ വാതിലും അടഞ്ഞു കഴിയുമ്പോഴാണ് ഒരു വ്യക്തി യേശുവിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അപ്പോ ഒക്കെയുടെ അടുത്തേക്ക് നമ്മളെ തള്ളിയിടാൻ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ആ കർത്താവ് അവൻ്റെ രക്തം വില കൊടുത്ത് നമ്മെ വിലക്ക് വാങ്ങാണ്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. പക്ഷേ ദുരിതങ്ങൾ അയച്ചുകൊണ്ട് കഴുകാതെ ഈ ഭൂമിയിൽ തന്നെ ശുദ്ധീകരണത്തിലൂടെയല്ലാതെ ഒരാൾക്കും കർത്താവിനെ കണ്ടെത്താൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ നോക്കൂ, 10 തിരുവാക്യം, ഏശയ്യ 43:10. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ. എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. അതെ, ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല. അന്യദേവന്മാരല്ല, ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എൻ്റെ പിടിയിൽ നിന്ന്
ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്ക് കഴിയും? കർത്താവ് പറയുന്നു, ഏതൊരു വ്യക്തിയും അടയ്ക്കുന്നത് ഞാനാണ്. ഞാൻ അടച്ച വാതിൽ തുറക്കാൻ ആർക്കും പറ്റില്ല. ഞാൻ തുറന്നാൽ അടയ്ക്കാനും ആർക്കും പറ്റുകയില്ല. ഉദാഹരണത്തിന് നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു വലിയ കഥാപാത്രമാണ് ജോബ്. ജോബ് അത്ര വലിയ ഒരു തെറ്റുകാരനായിട്ട് മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ കാണുമായിരിക്കാം. എങ്കിൽ പോലും ജോബിനെ കുറിച്ച് പറയുന്നത് ജോബ് നീതിമാനായിരുന്നു എന്നാണ്. എന്നാൽ ആ ജോബ് സഹനത്തിന്റെ പെരുമഴയിലൂടെ കടന്നു പോന്നെങ്കിൽ പോലും കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് പുള്ളിക്കാരൻ പൂർണ്ണമായി ഏറ്റുപറയുക കൂടെ ചെയ്യാണ്. ഇതുകൊണ്ടൊന്നും ജോബ് നാവ് കൊണ്ട് പോലും ദൈവത്തെ പഴിച്ചില്ല. കർത്താവിനോട് അവസാനം ചോദിക്കുന്നു ജോബ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ കൊന്നുകളയാമായിരുന്നില്ലേ? എന്തിനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? അത്രമാത്രം സഹനത്തിലൂടെ ജോബ് കടന്നുപോയി. ഏറ്റവും അവസാനം എൻ്റെ മക്കളൊന്ന് കേൾക്കൂ. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം. അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. കണ്ടു, അവസാനം വന്നപ്പം കർത്താവുമായിട്ട് സംസാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ഏറ്റവും അവസാനം എല്ലാവിധ രോഗങ്ങളാലും എല്ലാം നശിച്ചു ഒന്നുമില്ലാതെയായി മാറിക്കഴിഞ്ഞപ്പോ ജോബ് ഒരു കാര്യം പറയുന്നു, കേട്ടുവോ? 5-ാം തിരുവാക്യം. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. പൊന്നുമക്കളെ, കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോൾ എല്ലാ ഉല്ലാസങ്ങളും സന്തോഷങ്ങളും നമ്മൾ കുറയ്ക്കും. അവിടെ വചനം പറയാണ്, ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട, അത് ലൂക്കായുടെ സുവിശേഷം ഉണ്ടോ മക്കളെ? ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നരാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നു, ഞാനിവിടെ തിന്നു കുടിച്ച് ജീവിക്കും. ഇന്ന് പ്രത്യേകിച്ചും ആ കോവിഡ് വന്ന് പോയതിന് ശേഷം കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ആ വിട്ടശ്വാസം തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ നിമിഷം മരിച്ചുപോയി. നമ്മുടെ ആത്മാവ് എവിടെയാണ്? മൃഗത്തിന് സമമാകണോ, അതോ നിത്യായുസിൽ ദൈവത്തോടു കൂടെ ചെന്ന് ചേരണമോ? ഇതാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ആത്മശോധന ചെയ്യേണ്ടത്. കാരണം ദൈവസന്നിധിയിൽ സമ്പന്നരാകാൻ എങ്ങനെ സമ്പന്നരാകുക? ചൊല്ലിക്കൂട്ടിയ പ്രാർത്ഥനകള്, ഏറ്റുപറഞ്ഞ പശ്ചാത്താപങ്ങള്, പ്രായശ്ചിത്ത പ്രവർത്തികള്, ദാനധർമ്മങ്ങള്, കരുണ കാണിച്ചത്, ഇതൊക്കെ ദൈവസന്നിധിയിൽ സമ്പന്നരാവുകയാണ്. അതെത്രയുണ്ടായി എന്ന് ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ജോബ് പറയുന്ന വാക്കാണ് കേൾക്കുന്നത്, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, കണ്ടു, പശ്ചാത്തപിക്കുന്നു. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറഞ്ഞു ജോബിനോട്, നീ നിന്റെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്ന് വെച്ചാൽ ലോകത്തിന് മുഴുവൻ നീ ഒരു പ്രാർത്ഥനക്കാരനായിക്കോ, നീ പ്രാർത്ഥിച്ചോളാൻ. വചനം പറയാണ്, ഞാൻ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് ആ കൂട്ടുകാരുടെ ഒക്കെ ഭോഷത്വത്തിനെതിരായിട്ട് കർത്താവ് അവർക്കൊക്കെ വിടുതൽ കൊടുത്തു. എന്നിട്ട് പറയാണ്, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. നിങ്ങൾ, കർത്താവ് നിങ്ങൾക്കുണ്ടായിരുന്ന ഐശ്വര്യം ഇരട്ടിയായി തരും. പ്രാർത്ഥന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാൻ ധൂപാർച്ചനയാണത്. ഹല്ലേലൂയ. നോക്കൂ, കർത്താവ് അവന്റെ ശേഷിച്ച ജീവിതം മുൻപത്തേതിനേക്കാൾ ധന്യമാക്കി. ഹല്ലേലൂയ. പിന്നെ കർത്താവ് നഷ്ടപ്പെട്ടത് മുഴുവനും അവന് തിരികെ കൊടുത്തു, ഇരട്ടിയായി കൊടുത്തു എന്നാണ് പറയുന്നത്. എസക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം, അതിനകത്ത് പറയണ് 5-ാം തിരുവാക്യം, ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ,
അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങൾക്കു നേരെ കണ്ണുയർത്തുകയോ ചെയ്യുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ നീതി. ഏകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. നിങ്ങളുടെ വീട്ടിൽ കർത്താവ് രാജാവായിരിക്കട്ടെ, പരിശുദ്ധമ്മ റാണിയായിരിക്കട്ടെ. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, ആമേൻ.